Good day friends, this is Python Malayalam. Python മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ലൂപ്പുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ലൂപ്പ്? ലൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു തരം സൈക്കിളാണ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. നമുക്കറിയാം, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് വളരെ മുഷിഞ്ഞൊരു പണിയാണ്. സ്ക്രിപ്റ്റിങ്ങിൽ ഇത് വലിയ മുഷിപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിങ്ങിൽ ഫോർ ലൂപ്പുകളാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഉദാഹരണത്തിന് നമുക്ക് ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് 5 തവണ സ്ക്രീനിൽ 5 ലൈനിൽ പ്രിന്റ് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിന്റ് ഹലോ എന്ന് പറയുന്ന ഈ കമാൻഡ് ഇങ്ങനെ 5 പ്രാവശ്യം വീണ്ടും വീണ്ടും പ്രിന്റ് ചെയ്യേണ്ടി വരും. വളരെയധികം ബോറായിട്ടുള്ളൊരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഫോർ ലൂപ്പുകളും നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ പഠിച്ച റേഞ്ച് ഫംഗ്ഷന് നമുക്ക് ഉപകാരപ്രദമായി വരുന്നു. ഫോർ ലൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഫോർ I in range 5. നമുക്കറിയാം, റേഞ്ച് 5 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം 0, 1, 2, 3, 4 വരെ 5 സ്റ്റെപ്പുകൾ അത് ക്രിയേറ്റ് ചെയ്യും. പ്രിന്റ് ഹലോ എന്നിവിടെ കൊടുത്ത് പ്രിന്റ് ചെയ്ത് വെക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 5 തവണ നമുക്ക് ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് തന്നു. എന്താ സംഭവിച്ചത്? അത് മറ്റൊരു എക്സാമ്പിളിലൂടെ ഞാൻ വിശദീകരിക്കാം. ഫോർ I in നേഷൻ. ഇതൊരു സ്ട്രിങ് ആണ്. നേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലെറ്റർ എന്നാക്കാം. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. I എന്നോ J എന്നോ K എന്നോ ലെറ്റർ എന്നോ എന്ത് വേണമെങ്കിലും ആവാം. നേഷൻ പ്രിന്റ് ലെറ്റർ. ഓക്കെ, പ്രിന്റ് ചെയ്തേക്കാം. NATION. എന്താണ് സംഭവിച്ചത്? ഒരു നോട്ട്പാഡ് എക്സാമ്പിളോടെ നമുക്ക് പറയാം. നേഷൻ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ലെറ്റർ എന്ന് പറയുന്ന ഒരു സാങ്കല്പികം, നമ്മൾ പുതിയൊരു വേരിയബിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കാം. ലെറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നേഷൻ എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിൽ ഓരോ മെമ്പറേയും മാറി മാറി അസൈൻ ചെയ്യണം. അഥവാ ആദ്യത്തെ തവണ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ ലെറ്റർ ഇൻ നേഷൻ എന്നുള്ളതിലെ ആദ്യത്തെ പൊസിഷനിലുള്ള ആളെന്താണോ, ഇതിൽ N ആണ്, അത് ലെറ്ററായിട്ട് അസൈൻ ചെയ്യും. അഥവാ ആദ്യത്തെ സ്റ്റെപ്പിൽ ലെറ്റർ ഇസ് ഈക്വൽ ടു N ആണ്. എന്നിട്ട് അതിനെ അടുത്ത കോഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. അതാണ് N. പിന്നെ വീണ്ടും ഇത് ഇങ്ങോട്ട് തന്നെ പോകും. ഇവിടെ റൺ ചെയ്തതിന് ശേഷം വീണ്ടും ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ആളെ തപ്പും. അപ്പോൾ ലെറ്റർ എന്താണ്? A ആണ്. അപ്പോൾ ലെറ്റർ ഇസ് ഈക്വൽ ടു A എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യും? ലെറ്ററിനെ പ്രിന്റ് ചെയ്യുമ്പോൾ അത് A എന്നാവും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ലെറ്റർ എന്ന് പറയുന്നത് T ആണ്, അതിന് പ്രിന്റ് ചെയ്യും. നാലാമത്തെ സ്റ്റെപ്പിൽ I ആണ്, അതിനെ പ്രിന്റ് ചെയ്യും. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ O ആണ്, അതിന് പ്രിന്റ് ചെയ്യും. ആറാമത്തെ സ്റ്റെപ്പിൽ N ആണ്, അതിന് പ്രിന്റ് ചെയ്യും. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ ലൈനിലും നമുക്ക് നേഷൻ്റെ ഓരോ മെമ്പറെ പ്രിന്റ് ചെയ്ത് തരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ എന്താ സംഭവിച്ചത്? I in range 5. റേഞ്ച് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ഇത്രയാണ്. അപ്പോൾ ആദ്യത്തെ തവണ I എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന രീതിയിൽ വരും. I 0 ആണ്. പക്ഷേ രണ്ടാമത്തെ ലൈനിൽ വന്നപ്പോൾ ഐനെ കുറിച്ചല്ല വർത്താനം, ഹലോ പ്രിന്റ് ചെയ്യാനാണ്. അപ്പോൾ I പോയി ഹലോ എന്ന് പ്രിന്റ് ചെയ്തു. പിന്നെ വീണ്ടും വന്ന് റേഞ്ചിൽ രണ്ടാമത്തെ പൊസിഷനിലെത്തി 1 എത്തിയപ്പോൾ വീണ്ടും താഴെ പോയപ്പോൾ ഹലോ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും പ്രിന്റ് ചെയ്തു. പിന്നെ 2 3 4 അങ്ങനെ 5 തവണ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് വീണ്ടും വീണ്ടും പ്രിന്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളിവിടെ സ്ട്രിങ് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഇനി A is equal to നേഷൻ എന്ന് നമ്മൾ ഒരു വേരിയബിളിന് അസൈൻ ചെയ്യും. ഇനി ഫോർ I, നമ്മൾ ലെറ്റർ എന്നുള്ള I എന്ന് കൊടുക്കാം. ഫോർ I in A പ്രിന്റ് I എന്ന് കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേഷൻ എന്നുള്ളത് ഇപ്പോൾ A എന്നാണ് ഇവിടെ കൊടുത്തത്, പക്ഷേ അതിൻ്റെ വാല്യൂ നേഷൻ ആയതുകൊണ്ട് 1 by 1 ആയിട്ട് നമ്മൾ അതിലൂടെ ഐറ്ററേറ്റ് ചെയ്തു. ഓരോ പൊസിഷനിലൂടെയും കടന്നു പോയിട്ട് അതിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഫോറിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശരിയായ രൂപത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫോർ I in range
ഇത്രയും അടിക്കാം. പ്രിൻറ്റ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 1 2 3 5 6 8 9 ആ രൂപത്തിൽ അതിന് പ്രിന്റ് ചെയ്ത് തരും. ഇനി നമ്മുടെ അടുത്തുള്ളത് ഒരു ലിസ്റ്റ്. നമ്മൾ നേരത്തെ സ്ട്രിങ്ങിനെയാണ് ഐറ്ററേറ്റ് ചെയ്ത് നമ്മുടെ അടുത്തൊരു ലിസ്റ്റാണ് നോക്കുക 1 2 3 4 5. അപ്പോൾ നമ്മളതിനെങ്ങനെ ഓരോ മെമ്പറേയും നമുക്കിതിൽ വേണമെന്ന് സങ്കല്പിക്കും. അപ്പോൾ for I in my list എന്ന് കൊടുത്ത് പ്രിന്റ് I കൊടുത്തു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് 1 2 3 4 5 വരും. ഇവിടെ ഈ I പകരം നമുക്ക് എന്തും കൊടുക്കാം. അപ്പോൾ ഫോർ മെമ്പർ ഇൻ മൈ ലിസ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും I മാറ്റണം, ഇവിടെയും പ്രിന്റ് മെമ്പർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മെമ്പറുടെയും ലെങ്ത് എത്രയാണ് നോക്കണം. ഇതിൻ്റെ ലെങ്ത് 3 ആണ്, ഇത് 5 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. ആ രൂപത്തിൽ ലെങ്ത്തും ഇതിൻ്റെ കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടണം എന്ന് വിചാരിക്കാം. നമുക്കതെങ്ങനെ പ്രിന്റ് ചെയ്യാം. ഫോർ OBJ എന്നായിക്കോട്ടെ പ്രാവശ്യം. ഫോർ OBJ ഇൻ മൈ ലിസ്റ്റ്. അപ്പോൾ OBJ ആദ്യം 1ൽ കടന്നു പോകും. നമ്മൾ പ്രിന്റ് ചെയ്യും. എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? OBJ പ്രിന്റ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ 1 എന്ന് ആദ്യം പ്രിന്റ് ചെയ്യും, പിന്നെ 2 അങ്ങനെ വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 1 പ്രിന്റ് ചെയ്യാൻ OBJ ഇവിടെ എത്തി. അതിന് കൂടെ ഈ 1ൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ അറിയും? നമുക്കറിയാം ലെൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒന്നിൻ്റെ ലെങ്ത് അറിയുന്നത്. ഇവിടെ 1 2 3 4 5 ഓരോ സ്റ്റെപ്പിലും മാറി വരണം. അതെന്താണ്? അത് OBJ ആണ്. ഓരോ തവണയും OBJ മാറി മാറി വരും. അപ്പോൾ ഓരോ തവണയും അതിൻ്റെ ലെങ്ത് അതിൻ്റെ കൂടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, 1 is equal to 3, 2 is equal to 3, 3 is equal to 5, 4 is equal to 4, 5 is equal to 4. ഇനി നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ മെമ്പേഴ്സിനെ അതിൻ്റെ ഇൻഡെക്സോട് കൂടി പ്രിന്റ് ചെയ്യണം. ഇത് 0 1 2 3 4. അപ്പോൾ 0 1 1 എന്ന് പറയുന്ന ഇൻഡിജറിൻ്റെ കൂടെ 2 അങ്ങനെ വരണം സങ്കല്പിക്കാം. നമുക്കറിയാം മൈ ലിസ്റ്റ്. നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഇൻഡെക്സിൽ ആരാണെന്ന് അറിയണമെങ്കിൽ മൈ ലിസ്റ്റ് 2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ നമ്മളെ ലിസ്റ്റിൽ നിന്ന് ഓരോ മെമ്പേഴ്സിനെ എടുക്കാം. നമുക്കവിടെ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫോർ ഇൻഡെക്സ് എന്നായിക്കോട്ടെ പ്രാവശ്യം. റേഞ്ച് നമുക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്? 0 5 5. ഓക്കെ, പ്രിന്റ് പ്രാവശ്യം നമ്മൾ ആദ്യം ഇൻഡെക്സ് പ്രിന്റ് ചെയ്തു. അഥവാ ഇതാദ്യം 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആവും. അപ്പോൾ 0 1 2 3. അതിൻ്റെ കൂടെ നമ്മൾ ആ ഇൻഡെക്സിലുള്ള മെമ്പറെ കൂടി പ്രിന്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? മൈ ലിസ്റ്റ്. നമ്മൾ ഈ ചെയ്ത പണിയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? ഇൻഡെക്സ് എന്ന് പറയുന്ന ഇതേ പൊസിഷൻ കൊടുക്കും. അപ്പോൾ ആദ്യം 0 വരും, 0 എന്നിവിടെ എഴുതും. പിന്നെ മൈ ലിസ്റ്റിൽ 0 ഇൻഡെക്സിൽ ആരാണ് എന്ന് നോക്കും, 1 അതിനെ പ്രിന്റ് ചെയ്യും. പിന്നെ വീണ്ടും ഫസ്റ്റിൽ തന്നെ വരും, കോഡ് റൺ ചെയ്യും. ഓക്കെ, 0 1 1 2 2 3 3 4 4 5. ഇനി ശരിക്കും റേഞ്ച് ഫംഗ്ഷൻ്റെ ഉപയോഗം നമുക്ക് ശരിക്കും ഒന്നും കൂടി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉദ്ദേശിക്കും. 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വേണ്ട, അതിൻ്റെ ഇപ്പുറത്താൾ 2 സ്റ്റെപ്പ് അങ്ങനെ പോകണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡെക്സ് ഇൻ റേഞ്ച്. അവിടെ നമ്മൾ റേഞ്ച് ഫംഗ്ഷന് 0ൽ സ്റ്റാർട്ട് ചെയ്ത് 5ൽ എൻഡ് ചെയ്ത് സ്റ്റെപ്പ് കൊടുത്തു 2. എന്നിട്ട് ഇതേ ഫംഗ്ഷൻ നമ്മൾ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, 0 2 4 ആണ് റേഞ്ച് ഫംഗ്ഷൻ ഫോർ ലൂപ്പിൻ്റെ കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള മെച്ചങ്ങൾ. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പൈതൺ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ട്യൂട്ടോറിയലുകളുമായി പൈതൺ മലയാളം വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെ ഗുഡ് ബൈ.